ലാസ്റ്റ് ഇയറിലെ ഏറ്റവും വലിയ കൺസേൺ ആയിരുന്നു വിസ റിജക്ഷൻ എന്നുള്ളത്. അപ്പം വിസ റിജക്ഷൻ വരുന്നതിന് ഒരുപാട് റീസൺസുകൾ നമുക്കുണ്ട്. പക്ഷെ ഇത് എങ്ങനെ നമുക്ക് ടാക്കിൾ ചെയ്യാമെന്നാണ് നമ്മൾ നോക്കേണ്ടത്. വിസ റിജക്ഷന് വരുന്നതിന്റെ റീസൺസ് എന്ന് പറയുന്നത് ക്വാളിഫിക്കേഷന്റെ പ്രശ്നം വരാറുണ്ട്, ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസിന്റെ പ്രശ്നം വരാറുണ്ട്, പിന്നെ ഫിനാൻസിന്റെ റീസൺ വരാറുണ്ട്. ഇങ്ങനെ കുറച്ച് കാരണങ്ങൾ കൊണ്ടാണ് ഈ വിസ റിജക്ഷൻസ് ഉണ്ടാകുന്നത്. നമുക്കിത് എങ്ങനെ ടാക്കിൾ ചെയ്യാം? നമുക്ക് ടാക്കിൾ ചെയ്യാനായിട്ട് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആസ് എ സ്റ്റഡി അബ്രോഡ് പോകാനായിട്ട് നിൽക്കുന്ന സ്റ്റുഡന്റിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ പറയുകയാണെങ്കിൽ നല്ലൊരു ട്രസ്റ്റബിൾ ആയിട്ടുള്ള ഒരു ഏജൻസിനെ ചൂസ് ചെയ്യാന്നുള്ളതാണ്. ഏജൻസിനെ എങ്ങനെ ചൂസ് ചെയ്യാം? അവർ വെക്കുന്ന ഡോക്യുമെന്റ്സ് പക്കയാണോ? അവര് നമ്മുടെ പ്രോസസ്സിന് നമ്മൾ എപ്പോഴും അവരുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടായിരിക്കണം. ഇത് ഒരു സ്റ്റഡി അബ്രോഡ് കൺസൾട്ടൻസിയുടെ മാത്രം കാര്യമല്ല, എല്ലാവരുടെയും കാര്യം എടുക്കുകയാണെങ്കിലും സ്റ്റുഡൻസ് എപ്പോഴും ഈ പർട്ടിക്കുലർ കൗൺസിലറായിട്ട് അല്ലെങ്കിൽ പർട്ടിക്കുലർ ഏജൻസുമായിട്ട് എപ്പോഴും ഒരു സൈഡ് ബൈ സൈഡ് ആയിട്ട് നിൽക്കണം. നിങ്ങൾ നോക്കുക, ആ യൂണിവേഴ്സിറ്റി ആ പർട്ടിക്കുലർ ഏജൻസ് നമ്മുടെ ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്യുന്നുണ്ടോ, ഫിനാൻസ് സബ്മിറ്റ് ചെയ്യുന്നുണ്ടോ, നമ്മുടെ ആപ്ലിക്കേഷൻ കംപ്ലീറ്റഡ് ആണോ എന്നുള്ള കാര്യമെല്ലാം വ്യക്തമായി നമ്മൾ നോക്കുക. ഇനി ഈ വിസ രജിസ്ട്രേഷൻ കൊണ്ട് നമുക്ക് പുറത്തേക്ക് പോകാനുള്ള ചാൻസസ് ഒന്നും ഒരു രാജ്യവും റദ്ദാക്കിയിട്ടില്ല. അവരിപ്പോഴും ക്വാളിറ്റി എഡ്യൂക്കേഷനെയും വാല്യബിൾ സ്റ്റുഡൻസിനെയും എല്ലാം അവർ വെൽക്കം ചെയ്യുന്നുണ്ട് അവരുടെ കൺട്രിയിലോട്ട്. അതുകൊണ്ടാണ് ഈ പർട്ടിക്കുലർ യൂണിവേഴ്സിറ്റീസിൽ അല്ലെങ്കിൽ പർട്ടിക്കുലർ ഇമിഗ്രേഷൻസ് എപ്പോഴും റൂൾസ് സ്ട്രിക്റ്റ് ആക്കുന്നത്.